വെൽക്കം ടു ലേൺ മ്യൂറൽ. ഇന്ന് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത് ഒരു ഇയറിങ്ങിലാണ്. ഈ ഇയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബേസ് മെറ്റീരിയൽ വുഡാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മെറ്റീരിയലിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മുതൽ ബുധനാഴ്ചകളിൽ ക്രാഫ്റ്റ് വീഡിയോസും ശനിയാഴ്ചകളിൽ ട്രഡീഷണൽ കേരള മ്യൂറൽ പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ വീഡിയോസും ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ലേൺ മ്യൂറൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലേൺ മ്യൂറൽസിൻ്റെ ഓൺലൈൻ മ്യൂറൽ പെയിൻറ്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ലേൺ മ്യൂറൽസ് എന്ന നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇയറിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ വുഡൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വരയ്ക്കാൻ പോകുന്ന ഡിസൈനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഈ വുഡിൻ്റെ ഒരു വശത്ത് വൈറ്റ് പെയിൻറ് കൊണ്ട് ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. ഇയറിങ്ങിന് വേണ്ടിയുള്ള ഈ ഹോൾസും നമ്മൾ ആദ്യമേ ഇതുപോലെ ഇട്ട് വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ഡിസൈൻ ഒന്ന് സ്കെച്ച് ചെയ്യാം. ഇപ്പോൾ സ്കെച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് റെഡ് ഔട്ട്ലൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. റെഡ് ഔട്ട്ലൈൻ ചെയ്യാനായി സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺസി എണ്ണയുടെയും 1:1 മിക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ലോങ് ഹെയർ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. റെഡ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് യെല്ലോ വാഷാണ്. യെല്ലോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കർ യെല്ലോയാണ് ഞാനിവിടെ എടുക്കുന്നത്. അടുത്തായി നമുക്കിനി റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ് ചെയ്യാനുള്ളത്. ഈ സെൻറ്ററിലുള്ള ഈ ഡിസൈനും ലാസ്റ്റ് വരുന്ന ഈ കാണുന്ന ഡിസൈനുമാണ് റെഡ് ഷെയ്ഡിങ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിനി ചെയ്യാനുള്ളത് ഗ്രീൻ വാഷാണ്. ഈ ഒരു മണിമാല ഡിസൈനാണ് സാബ് ഗ്രീൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വാഷ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം ഇനി നമുക്ക് സാബ് ഗ്രീനിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോൺ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ബ്ലാക്ക് ഔട്ട്ലൈൻ ആണ്. പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിച്ചാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഈ ഔട്ടറിൽ ലാസ്റ്റായിട്ട് കാണുന്ന മഷിപ്പൂ ഡിസൈനാണ് അവസാനമായിട്ട് ചെയ്യാനുള്ളത്. വളരെ ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി.
ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഇയറിംഗ് ഒന്ന് അസംബിൾ ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.